കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താ പഠിച്ചേ? ഓർമ്മയുണ്ടോ? ആരെങ്കിലും? ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നിന്ന്. അതെ. നമ്മൾ ശരിക്കും പഠിച്ചതിൻ്റെ രത്നച്ചുരുക്കം എന്താ? ചുരുക്കത്തിൽ പറഞ്ഞാൽ, 2 വാക്കി പറഞ്ഞാൽ എന്തോ? അതെ. കർത്താവിനെ പിന്നാലെ പോകുന്ന ആളുകൾക്ക് വിട്ടുകളയേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ചും എടുത്ത് തോളിൽ വയ്ക്കുന്നതായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചതല്ലേ? ശരിയാണോ? എന്തൊക്കെയാണ് വിട്ടുകളയണ്ടേ? മറന്നുപോയോ? പകയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലായിരുന്നോ? എന്തായിരുന്നു? ദൈവത്തെക്കാൾ പകയ്ക്കുക എന്ന് പറഞ്ഞാൽ വെറുക്കുക എന്നല്ല. അതിൻ്റെ ഗ്രീക്ക് ഭാഷയിൽ പകയ്ക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പം ഭർത്താവിനെ, ഭാര്യയെ പകയ്ക്കണമെന്നാണോ പുതിയ നിയമത്തിലെ, അല്ലെങ്കിൽ മാതാപിതാക്കന്മാരെ പകയ്ക്കണം എന്നാണോ? അല്ല അല്ലേ? അവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം എന്നൊക്കെയാണ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പകയ്ക്കണമെന്നാണ്. അത് ആ ഭാഷയിലെ ഒരു പ്രയോഗമാണ്. പകയ്ക്കണമെന്ന് പറഞ്ഞാൽ ദൈവത്തെക്കാൾ ഏറെ സ്നേഹിക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ ബന്ധങ്ങൾ ഒന്നും നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് ഇടയ്ക്ക് വരാനായിട്ട് പാടില്ല. ദൈവത്തെക്കാൾ ഏറെ ബന്ധമുള്ള ഒരു വ്യക്തിയും ഈ ലോകത്തുണ്ടാകുവാനായിട്ട് പാടില്ല. പിന്നെ എന്തായിരുന്നു? നമ്മളുടെ ജീവനെ നമ്മൾ ദൈവത്തെക്കാൾ ഏറെ സ്നേഹിക്കാൻ പാടില്ല. പിന്നെ എന്തായിരുന്നു? മറ്റ് യാതൊന്നിനെയും, അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും നമ്മുടെ കൂടെയുള്ള ആളുകളും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റ് യാതൊന്നിനെയും, എന്ന് വെച്ചാൽ ബാക്കി ഈ ലോകത്തിലുള്ള ഒന്നിനെയും നമ്മൾ ദൈവത്തെക്കാളേറെ സ്നേഹിക്കാനായിട്ട് പാടില്ല. അല്ലെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അത് പാടുള്ളൂ. പിന്നെ നമ്മൾ എടുക്കേണ്ടത് എന്താണ്? കുരിശ്, അല്ലേ? കുരിശെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ചിലർ പറയും ഭാര്യ എൻ്റെ കുരിശാന്ന് പറയും. ചിലർ പറയും മക്കൾ, ഭർത്താവ് കുരിശാണ്, അമ്മായിയപ്പൻ, അമ്മായിയമ്മ, മരുമക്കൾ, അല്ലേ? ഇതൊക്കെയാണ് സാധാരണ ആളുകൾ കുരിശാണെന്ന് പറയുന്നത്. ചിലർ പറയും രോഗം കുരിശാണെന്ന് പറയും. ഇപ്പം ഏതാ കുരിശ്? ഇത് ഏതെങ്കിലും കുരിശാണോ? ഏതാ ശരിക്കും കുരിശ്? എന്തിനാ കുരിശെടുക്കണേ? കർത്താവ് കുരിശെടുത്ത്, കർത്താവ് ആ ക്രൂശിൽ മരിച്ച് നമുക്ക് പാപത്തിൻ്റെ പരിഹാരം ഉണ്ടാക്കി. പിന്നെ നമ്മൾ എന്തിനാ വീണ്ടും ഈ കുരിശെടുക്കണമെന്ന് പറയണേ? കുരിശെടുക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു ലക്ഷ്യമുണ്ട്, അല്ലേ? എന്താണ് ലക്ഷ്യം? എന്തോ ചിലതൊക്കെ ആ കുരിശിൽ തറയ്ക്കാനായിട്ട് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ട്. നാൾ തോറും തൻ്റെ ക്രൂശുമെടുത്ത്, അതായത് ഈ ക്രൂശ് താഴെ വെക്കാനായിട്ട് നമുക്ക് അനുവാദം ഇല്ല. അപ്പം നാൾതോറും ഈ ക്രൂശ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതായത് നാൾതോറും ക്രൂശിക്കാനുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് ഭാര്യയാണോ, ഭർത്താവാണോ, അപ്പനാണോ, അമ്മയാണോ, അമ്മായിയപ്പനാണോ, അമ്മയായ്മയാണോ, മരുമക്കളാണോ? അതൊന്നുമല്ല, അല്ലേ? നാൾതോറും ക്രൂശിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഇതൊന്നുമല്ല. അപ്പോൾ ക്രൂശിനെ കുറിച്ചുള്ള നമ്മുടെ പൊതുവായിട്ടുള്ള ചിന്താഗതി എന്ന് പറയുന്നത് വചനത്തോട് ചേരുന്നതല്ല. അപ്പോൾ എന്താണ് അപ്പോൾ ക്രൂശിക്കാനായിട്ടുള്ളത്? നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലെ 1-ാമത്തെ സുവിശേഷ പ്രസംഗത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ച് നമുക്ക് ആരംഭിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം, അതിൻ്റെ 40-ാമത്തെ വാക്യം. മറ്റ് പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്നുള്ള ചോദ്യത്തിന് എന്താണ് ചെയ്യണം എന്നുള്ളത് പത്രോസ് പറഞ്ഞിട്ട് പിന്നെ അവരോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. മറ്റു പല വാക്കുകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ?
മറ്റ് പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. എന്തായിരിക്കും ആ വാക്കുകൾ? ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഓരോ സുവിശേഷ പ്രസംഗത്തിലും പ്രസംഗിച്ചതായിട്ടുള്ള എല്ലാ വാക്കുകളും എടുത്ത് ബൈബിളിൽ ചേർക്കാൻ നോക്കിയാൽ അത് സാധിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ പൊതുവിൽ മറ്റ് പല വാക്കുകളും പറഞ്ഞ് അവരെ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. എന്തൊക്കെയായിരിക്കും അവിടെ പറഞ്ഞിരിക്കുക? എന്തായാലും നമുക്ക് കൃത്യമായിട്ട് അതൊന്നും അറിയില്ല, കാരണം രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അത് പറഞ്ഞതിന് ശേഷം അവിടെ ഒരു കുത്തും ഒരു കോമയും ഇട്ടിട്ടുണ്ട്, അല്ലേ? ശരിയാണോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രബോധിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കുത്ത്, അതിന് താഴെ ഒരു കോമ. അതിനുശേഷം എഴുതിയിരിക്കുന്നത് ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മറ്റ് പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു എന്ന് പറയുന്നതായിട്ടുള്ള കാര്യം അതിൻ്റെ ഒരു ചുരുക്കെഴുത്താണ്, അല്ലെങ്കിൽ അതിനെ ഒന്ന് ക്രോഡീകരിച്ചൊറ്റ വാക്യത്തിൽ എഴുതിയിരിക്കുന്നതാണ്. എന്ത്? ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ. അപ്പോൾ ഈ മറ്റു പല വാക്കുകളാലും അവരെ സാക്ഷ്യം പറഞ്ഞ് പ്രബോധിപ്പിച്ച വാക്കുകൾ ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചായിരുന്നു. മനസ്സിലായോ? അപ്പോൾ രക്ഷിക്കപ്പെട്ട ആളുകളോട് പറയുകയാണ്, നിങ്ങൾ ഇനിയും രക്ഷിക്കപ്പെടണം. നമുക്കത് അംഗീകരിക്കാനൊക്കെ ഭയങ്കര പ്രയാസമാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ ക്രിസ്തീയ ലോകത്ത്. രക്ഷിക്കപ്പെട്ടവരോട് ഇനിയും രക്ഷിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കുക ഒട്ടും സമ്മതമില്ലാത്ത ആളുകളുണ്ട്. ചിലരൊക്കെ ഭാഗികമായിട്ടൊക്കെ അത് ഒരുപക്ഷെ അംഗീകരിച്ചേക്കാം, എങ്കിലും അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കാനായിട്ട് ആളുകൾക്ക് സാധിക്കുകയില്ല. പക്ഷെ ഒന്നാമത്തെ പ്രസംഗത്തിൽ തന്നെ രക്ഷിക്കപ്പെട്ടവരോട് ഇനിയും നിങ്ങൾക്ക് ഒരു രക്ഷ ഈ ലോകത്തിലുണ്ട്, അത് ഈ വക്രതയുള്ള തലമുറയിൽ നിന്നുള്ള രക്ഷയാണ്. അത് ഒറ്റ വാക്യത്തിൽ അതവിടെ എഴുതി, പക്ഷേ അത് വിശദീകരിച്ചു കൊടുത്തത് മറ്റ് പല വാക്കുകളാലും സാക്ഷ്യം പറഞ്ഞും പ്രബോധിപ്പിച്ചും. അപ്പോൾ ഏറെ കാര്യങ്ങൾ അവരോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കറിയാം, ഇന്നത്തെ ക്രിസ്തീയ ലോകത്ത് പഠിപ്പിക്കുന്നത് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു, പിന്നെ കുഴപ്പമില്ല, പിന്നെ എല്ലാം നമ്മൾ വീണ്ടും ജന്മം പ്രാപിച്ചു, രക്ഷിക്കപ്പെട്ടു, ഇനി ദൈവം നമ്മളെ പരിശുദ്ധാത്മാവിനെ തന്ന് മുദ്രയിട്ടു, പിന്നെ ഒന്നും സംഭവിക്കാനില്ല, എങ്ങനെയൊക്കെ ആയാലും സംഗതി നമ്മൾ നിത്യതയിലെത്തും എന്നുള്ള ഒരു പഠിപ്പീരാണ് പൊതുവിൽ എല്ലായിടത്തും ഉള്ളത്. അങ്ങനെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു ചിന്താഗതി പൊതുവിൽ ആളുകളുടെ ഹൃദയത്തിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ പിന്നെ ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ആളുകൾക്ക് അങ്ങനെ വലിയ ഗ്രാഹ്യമൊന്നുമില്ല. പലരും പലതും പറയും, ഓരോരുത്തരും അവരവർക്ക് തോന്നിയത് അങ്ങനെ പറയും. ചിലർ വചനത്തിൻ്റെ ചില ഭാഗങ്ങൾ എടുത്ത് പറയും, ചിലർ വചനത്തിൽ നിന്നും പിന്നെ അവരുടെ ഭാവനകൾക്കനുസരിച്ചും കേട്ടുകേൾവിയൊക്കെ അനുസരിച്ച് അവർ പറയും അത് ശരിയാണ്, അങ്ങനെ പറയുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് വായിക്കാം. ഇത് ഇനി പത്രോസിനെ പറ്റിയ വല്ല തെറ്റുമാണോ, അല്ലെങ്കിൽ വല്ല തർജ്ജമയിൽ ഈ കയ്യെഴുത്ത് പ്രതികളാണല്ലോ, ഒറിജിനൽ എഴുതിയ ബുക്കുകൾ നമ്മുടെ കയ്യിലില്ല, കയ്യെഴുത്ത് പ്രതികളിൽ വന്നതായിട്ടുള്ള അല്ലെങ്കിൽ കയ്യെഴുത്ത് പ്രതികൾ ഉണ്ടാക്കിയപ്പോൾ വന്നതായിട്ടുള്ള എന്തെങ്കിലും പെശകാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. പൗലോസ് അപ്പോസ്തലൻ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടതിന് ശേഷമോ, വിശ്വാസത്താലാണ് നീതീകരണം, അല്ലേ? വിശ്വാസത്താൽ നീതീകരണമാണ്. അങ്ങനെ നീതീകരിക്കപ്പെട്ടതിന് ശേഷം പിന്നെ എന്താ? അവനാൽ, ക്രിസ്തുവിനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നാണോ, രക്ഷിക്കപ്പെട്ടു എന്നാണോ? അല്ല, അല്ലേ? അത് ഭാവികാല, ഫ്യൂച്ചർ ടെൻസ്, ഭാവി കാലത്തിലാണത് പറഞ്ഞിരിക്കുന്നത്. അതായത് നീതീകരിക്കപ്പെട്ടതായിട്ടുള്ള ആളുകൾക്ക് പിന്നെ അവനാൽ, അതായത് ക്രിസ്തുയേശുവിനാൽ ഒരു കോപത്തിൽ നിന്നുള്ള ഒരു രക്ഷയെക്കുറിച്ച് ഒരു വാഗ്ദത്തം അല്ലെങ്കിൽ ഒരു പ്രസ്താവന നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. 10-ാമത്തെ വാക്യത്തിലോ, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും.
അയ്യോ, അപ്പം കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ, പിന്നെ എന്താ പറയുന്നത്? എത്ര അധികമായി രക്ഷിക്കപ്പെടും. ഇവിടെ പറയുന്നത് ദൈവത്തോട് നിരപ്പ് വന്നു. നിരപ്പ് വന്നതിന് ശേഷം, അതിനുശേഷം അവൻ്റെ ജീവനാൽ, എന്താണ് അവനാൽ? നേരത്തെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് അവനാൽ എന്നായിരുന്നു. 10-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് അവൻ്റെ ജീവനാൽ എന്നാണ്. അവനാൽ എന്ന് പറയുമ്പോൾ അവൻ്റെ ജീവനാൽ എന്ന് തന്നെയാണ് അവിടെ അർത്ഥമാക്കുന്നത്. രണ്ടും കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞിരിക്കുന്നു 10-ാം വാക്യത്തിൽ എന്ന് മാത്രമേ ഉള്ളൂ. അവനാൽ എന്ന് പറയുമ്പോൾ അവൻ്റെ ജീവൻ അതിൽ ഉൾപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ അവനാൽ എത്രയും അധികമായി രക്ഷിക്കപ്പെടും. അപ്പോൾ കോപത്തിൽ നിന്ന് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചാൽ, വിശ്വാസത്താൽ നിരപ്പ് പ്രാപിച്ചാൽ തന്നെയും പിന്നെയും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു കോപത്തിനുള്ള ഒരു സാധ്യതയും അതിൽ നിന്ന് ഒരു രക്ഷയ്ക്കുള്ളതായിട്ടുള്ള ഒരു പ്രാധാന്യവുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമുക്ക് വിവാഹം, എല്ലാവർക്കും വിവാഹം കഴിച്ചവരും വിവാഹം കണ്ടവരുമൊക്കെയുമാണ്. ഒരു സ്ത്രീയും പുരുഷനും വിവാഹിതരായാൽ, അവരെ വിവാഹിതരായി രണ്ടുപേരും അവരവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയി. അതിനുശേഷം അവർ പറയുകയാണ് ഞങ്ങൾ കല്യാണം കഴിച്ചവരാണ് എന്ന് പറഞ്ഞ് ജീവിച്ചാൽ എങ്ങനെയായിരിക്കും ആ ജീവിതം? അതൊരു വിവാഹ ജീവിതമാണോ? ആണോ? സ്ത്രീയും പുരുഷനും വിവാഹിതരായി, അതിനുശേഷം അവരവരുടെ ഭവനങ്ങളിലേക്ക് കടന്നുപോയി, എന്നിട്ട് ഞങ്ങൾ വിവാഹിതരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹിതരല്ലേ? അല്ലേ? സാങ്കേതികമായിട്ട് പറഞ്ഞാൽ അവർ വിവാഹിതരാണ്. എന്നാൽ വിവാഹ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ജീവിതം അവരിലുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞതുപോലെയാണ് ഇന്ന് യഥാർത്ഥത്തിൽ ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നതായിട്ടുള്ള ആളുകളുടെ, അല്ലെങ്കിൽ വിശ്വാസികൾ എന്ന് പറയുന്നതായിട്ടുള്ള ആളുകളുടെ ജീവിതവും. അവർ ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടിയിലേക്ക് പ്രവേശിച്ചു, എന്നിട്ട് വീണ്ടും അവരവരുടെ വഴിക്ക് അങ്ങ് പിരിയുകയാണ്. പ്രിയമുള്ളവരെ, അതൊരു ക്രിസ്തീയ ജീവിതമല്ല. എന്താണ് അപ്പോൾ പിന്നെ ക്രിസ്തീയ ജീവിതം? ഇന്ന് ക്രിസ്തീയ ജീവിതത്തെ അത്രേ ആളുകൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ കുരിശ് ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വിശ്വാസിയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതായിട്ടുള്ള സാധനം എന്താ? കുരിശാണല്ലേ? അപ്പോൾ അതിന് ഇന്ന് ചില പ്രത്യേക ദിവസങ്ങളിൽ മരത്തിൻ്റെയോ മറ്റോ കുരിശൊക്കെ ഉണ്ടാക്കി അതുമൊക്കെ ചുമന്നങ്ങനെ പോകുന്ന ചില ആളുകളുണ്ട്. ചില ആളുകൾ അവരുടെ മാലയിൽ ഒരു ചെറിയ കുരിശുണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ കത്തോലിക്ക സഭയിലായിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, കുറച്ച് കാലം കഴിഞ്ഞ് പഠിച്ച് വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കുരിശുണ്ടാക്കി എനിക്കും എൻ്റെ കഴുത്തിൽ ഒരു മാലയിൽ ഇട്ടുകൊണ്ട് നടക്കണമെന്ന്. കാരണം അത് എന്തോ ഒരു ആത്മീയതയുടെ ഒരു അടയാളമാണ് എന്ന് നമ്മൾ ധരിച്ചിരുന്നതുകൊണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പോയിരുന്നതായിട്ടുള്ള മതങ്ങളിലൊക്കെ കണ്ടിരുന്നതുകൊണ്ടുമാണ്. എന്നാൽ അതൊന്നുമല്ല കുരിശ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴും അവനോടുകൂടെ അല്ലെങ്കിൽ അവളോടുകൂടി ഇരിക്കേണ്ടതായിട്ടുള്ള ഒരു സാധനമാണ് കുരിശ്. അപ്പം നമുക്ക് ദൈവം സമ്മാനമായിട്ട്, രക്ഷിക്കപ്പെടുമ്പോൾ ദൈവം നമുക്ക് സമ്മാനമായിട്ട് എന്ത് തരും? ഒരു കുരിശ് തരും, അല്ലേ? എന്തിനാ കുരിശ് തരുന്നേ? എന്തിനെയൊക്കെയോ ആ കുരിശിൽ. അപ്പോൾ പക്ഷെ ഇന്ന് ഇത് ലോകത്തിലങ്ങനെ പ്രസംഗിക്കുന്നില്ല കേട്ടോ. ഇന്ന് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കുരിശ് തരുമെന്ന് പ്രസംഗിച്ച ആർക്കാ വേണ്ടത്? അല്ലെങ്കിൽ തന്നെ ഇഷ്ടം പോലെ കുരിശുകൾ ലോകത്തുണ്ട്. അത് കഴിഞ്ഞ് രക്ഷിക്കപ്പെട്ടതിന് ശേഷം ദൈവത്തിൻ്റെ വക ഒരു കുരിശും കൂടെ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്ന് ആളുകൾക്ക് ആർക്കും വേണ്ട. അതുകൊണ്ട് കുരിശ് പ്രസംഗിക്കുന്നിടത്തൊന്നും ആരും ആളുകൾ പോവാറില്ല. ശരി, പൗലോസ് അപ്പോസ്തലൻ നമുക്ക് കുരിശിനെ ദൈവം തന്നിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആ വഴിയിലാണെങ്കിൽ കുരിശ് ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ എങ്ങനെയാണ്, എന്താണ് ഈ കുരിശ് കൊണ്ട് ചെയ്തത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ചില പ്രസ്താവനകൾ നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും, അതല്ല കേട്ടോ, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 24-ാം വാക്യം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 24-ാം വാക്യം. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവേശുവിൽ ഒരാൾ ഉണ്ടെങ്കിൽ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു.
അപ്പോൾ ഇത് എവിടെയാണ് ക്രൂശിച്ചിരിക്കുന്നത്? നമ്മുടെ കയ്യിലുള്ള കർത്താവ് നമുക്ക് സമ്മാനമായി രക്ഷിക്കപ്പെട്ടപ്പോൾ തന്ന ആ കുരിശ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ നമ്മുടെ ജഡത്തെ ആ കുരിശിൽ തറച്ചിട്ടാണ്. കുരിശിൽ തറച്ച ഒരു ജഡവുമായിട്ടുള്ള ജീവിതമാണ് ക്രിസ്ത്യാനിയുടെ ജീവിതം. അതായത് നമ്മുടെ ജഡത്തിൻ്റെ യാതൊരു ഇഷ്ടങ്ങൾക്കും കുരിശിൽ തറച്ച് കിടക്കുന്ന എന്തെങ്കിലും സ്വാതന്ത്ര്യമുണ്ടോ? അതിൻ്റെ അന്ത്യം എന്തായിരിക്കണം? കുരിശിൽ തറയ്ക്കുന്നത് എന്തിനാ? കൊല്ലാനാണല്ലേ. അതിൻ്റെ അന്ത്യം മരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജഡത്തെ എടുത്ത് കുരിശിൽ തറച്ചിട്ട് ആ കുരിശിൽ ചുമന്നാണ് നമ്മൾ പോകുന്നത്. ശരിയാണോ? പൗലോസ് അപ്പോസ്തലൻ എങ്ങനെയായിരുന്നു? നമ്മൾ എങ്ങനെയാ? പലപ്പോഴും നമ്മളുടെ ജഡം ചാടി എഴുന്നേറ്റ് വരാറുണ്ടല്ലേ. കുരിശിൽ തറച്ചോ ഉണ്ടോ? ഇല്ല. നമ്മളുടെ ജഡമൊക്കെ ചിലപ്പം ചാടി എഴുന്നേറ്റിങ് വരും. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അതിനെ കുരിശിൽ നമ്മൾ തറച്ചിട്ടില്ല. പിന്നെ പൗലോസ് അപ്പോസ്തലൻ എന്തൊക്കെയാണ് കുരിശിൽ ചെയ്തത്? എനിക്കോ, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന് 14-ാം വാക്യത്തിൽ, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതായത് എനിക്കൊരു ജഡമുണ്ട്, അതുപോലെ തന്നെ എനിക്കൊരു ലോകവുമുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു പൗലോസ് അപ്പോസ്തലൻ? എന്ത് ചെയ്തു? ആ ലോകത്തെയും, അതായത് ലോകത്തിൻ്റെ ഇമ്പങ്ങളൊക്കെയും എടുത്ത് ആ കുരിശിലേക്ക് തറച്ചു. അപ്പോൾ ലോകത്തിലുള്ള യാതൊരു ആഗ്രഹങ്ങളും നമുക്കില്ല. ജഡത്തിൻ്റെ ഇഷ്ടങ്ങളില്ല, പിന്നെ ലോകത്തിലുള്ളതായിട്ടുള്ള യാതൊരു ആഗ്രഹങ്ങളും ഇല്ല. അതും കുരിശിൽ തറച്ചു. എന്നിട്ട് ഇതും ചുവന്നുകൊണ്ടാണ് നമ്മുടെ പോക്ക്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം എന്തെങ്കിലുമൊക്കെ ചില മോഹങ്ങൾ ചാടിയെങ്കിൽ വരില്ലേ? എന്തെങ്കിലും ചില മോഹങ്ങൾ ഇങ്ങോട്ട് ചാടി വരും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെടുത്ത് കുരിശിലേക്ക് തറയ്ക്കും. കാരണം അതിനു വേണ്ടിയിട്ടാണ് കുരിശ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. ശരി, പിന്നെ എന്താണ്? റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യനെ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. പഴയ മനുഷ്യനെന്ന് പറഞ്ഞു കഴിയുമ്പം ഇതെല്ലാം അതിൽ വരുന്നതാണ്. പഴയ മനുഷ്യനെ അവനോടുകൂടെ ക്രൂശിച്ചു, കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ ക്രൂശിച്ചു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. പിന്നെ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അത് ക്രൂശിച്ചു എന്നല്ല, ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല. അവിടെ ആരെയാ ക്രൂശിച്ചേ? ഞാൻ, എന്നെ അല്ലേ. തന്നെ ത്യജിച്ച് നാൾ തോറും ക്രൂശിച്ചു. അപ്പം എന്തിനെല്ലാം ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ക്രൂശിച്ചു? പഴയ മനുഷ്യനെ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിച്ചു, പിന്നെ ജഡത്തെ ക്രൂശിച്ചു, ലോകത്തെ ക്രൂശിച്ചു. ഞാൻ എന്ന് പറയുന്ന, ഇതാ ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഞാൻ എന്ന് പറയുന്ന വ്യക്തിയില്ല. അപ്പോൾ എന്തിനാണ് സഹോദരന്മാരെ കർത്താവ് നമുക്ക് ക്രൂശ് തന്നേക്കുന്നത്? ഇതിലേതെങ്കിലും സാധനങ്ങളെ നമ്മൾ ക്രൂശിച്ചിട്ടുണ്ടോ? നമ്മൾ ക്രിസ്തീയത എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒത്തിരി ടി വി കൂടെയും യൂട്യൂബിൽ കൂടെയും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ കേട്ടു. നമ്മളങ്ങനെ പല പശ്ചാത്തലത്തിലും കൂടെയും വളർന്നു വന്നവരാണ്. നമുക്ക് ഒത്തിരി മുൻധാരണകളുണ്ട്. വളരെ വ്യാജമായ, തെറ്റായ ഒത്തിരി കാഴ്ചപ്പാടുകൾ നമ്മളുടെ ഉള്ളിൽ കൊണ്ടു നിറഞ്ഞ് നമ്മൾ എന്തൊക്കെയോ വിശ്വസിക്കുന്നു, എന്തൊക്കെയോ ചിന്തിക്കുന്നു, എങ്ങനെയൊക്കെയോ ജീവിക്കുന്നു എന്നുള്ളൊരു ജീവിതമാണ് ഇന്നത്തെ ക്രിസ്തീയ ലോകത്തുള്ള ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടും. നമ്മൾ അവിടെയാണ് തുടങ്ങിയത്. അപ്പോൾ ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടണം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള 2-3 കാര്യങ്ങൾ: എന്നെ തന്നെ ക്രൂശിക്കണം, ഞാനെന്നുള്ള ഭാവത്തിന് പ്രസക്തിയില്ല, എൻ്റെ ജഡത്തിൻ്റെ അഭിലാഷങ്ങൾക്ക് ക്രിസ്തീയതയിൽ പ്രസക്തിയില്ല, ഈ ലോകത്തിലുള്ള യാതൊന്നിനും എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രസക്തിയില്ല. അതെല്ലാം ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞു. അതെല്ലാം ക്രൂശിച്ച് എന്നാൽ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞാൽ കുരിശ് അവിടെ വെച്ചേച്ച് പോകാൻ നമുക്ക് അനുവാദമുണ്ടോ? ഇല്ല. കാരണം എന്താ?
ഇത് അനുദിനം നമ്മുടെ ജീവിതത്തിൽ ഇത് പിന്നെയും പിന്നെയും ഈ കുരിശിൽ നിന്ന് ചാടിയും വരും. നമ്മൾ ക്രൂശിച്ചു, പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തോ കണ്ടു, അന്നേരം എന്ത് ചെയ്തു? നമ്മൾ ക്രൂശിച്ച സാധനം വീണ്ടും നമ്മുടെ ജഡത്തിലേക്ക് വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വീണ്ടും ക്രൂശിക്കണം. അതുകൊണ്ടാണ് നാൾ തോറും ക്രൂശുമെടുത്ത് എൻ്റെ പിന്നാലെ വരാത്തവൻ എനിക്ക് യോഗ്യനല്ല എന്ന് പറഞ്ഞത്. പിന്നെ എന്തൊക്കെയായിരിക്കും? മറ്റ് പല വാക്കുകളാലും അവരെ പ്രബോധിപ്പിച്ചു എന്നാണ് പറയുന്നല്ലേ, സാക്ഷ്യം പറഞ്ഞും പ്രബോധിപ്പിച്ചും. പിന്നെ എന്തൊക്കെയായിരിക്കും പറഞ്ഞിരിക്കുക? എന്തെങ്കിലും ഊഹമുണ്ടോ? പൗലോസ് അപ്പോസ്തലന് തൻ്റെ ജീവിതത്തിൽ തൻ്റെ ജഡത്തെ ക്രൂശിച്ചു എന്ന് പറഞ്ഞല്ലോ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, 7-8 വായിക്കുന്നില്ല. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അപ്പോൾ ലാഭമായിരുന്ന കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട്. അതെല്ലാം ലാഭം എല്ലാം നഷ്ടമാക്കി. ലാഭത്തെ നഷ്ടമാക്കുന്നത് നമുക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? അല്ലേ? നമുക്ക് ലാഭം കൂട്ടാനാണ് താല്പര്യം. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനോട് കൂട്ടുന്നതാണ് നമ്മളുടെ സ്വാഭാവിക പ്രവണത എന്ന് പറയുന്നത്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ലാഭമായിട്ട് തൻ്റെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു, അതിനെല്ലാം അങ്ങോട്ട് നഷ്ടമായി എണ്ണി. അതുമാത്രവുമല്ല, അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ എല്ലാം ഇപ്പോഴും ഛേദമെന്ന് എണ്ണുന്നു. എണ്ണിയിരിക്കുന്നു അല്ലേ? 7-ാമത്തെ വാക്യത്തിൽ എന്താ പറഞ്ഞേ? എണ്ണിയിരിക്കുന്നു. 8-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നേ? എന്ന് എണ്ണുന്നു. 13-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. എന്തുകൊണ്ടാണ് ലാഭത്തെ നഷ്ടമായും ഛേദമായും അതുപോലെ തന്നെ ലോകത്തിൽ വളരെ വലിയ കാര്യങ്ങൾ എന്ന് പറയുന്നതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചവറ് എന്നും ഛേദം എന്നും ഒക്കെ എണ്ണിയിരിക്കുന്നതും? താൻ ഈ ലോകത്തെയോ ലോകത്തിലുള്ളതിനെയോ സ്നേഹിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടണമെന്ന് പറയുമ്പോൾ ഈ വക്രതയുള്ള തലമുറയിൽ എന്തൊക്കെയാണ് ഉള്ളത്? അല്ലെങ്കിൽ ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടേണ്ടതിൻ്റെ പ്രാധാന്യം എന്താ? ആ പ്രാധാന്യത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് വരാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം, അതിൻ്റെ 5, 6, 7 വാക്യങ്ങൾ. കർത്താവിനെ പിശാച് മരുഭൂമിയിലേക്ക് നടത്തിയിട്ട് അവിടെ പിശാചുമായിട്ടുള്ള ഒരു സംസാരത്തിൽ വരുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം. അത് എങ്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റെ ആകും എന്ന് അവനോട് പറഞ്ഞു. എന്താ കാണണേ? ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിനെന്ന് പറയുന്നതിൻ്റെ പ്രസക്തി, അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. പിശാച് കർത്താവിനോട് പറയുകയാണ്. എന്താ പറയുന്നേ? സകല രാജ്യങ്ങളെയും, ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം. അത് എങ്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ ലോകത്തിലുള്ള സകലതും ആരിൽ ഏൽപ്പിച്ചിരിക്കുന്നു? കർത്താവ് പറഞ്ഞോ അത് നിന്റെ കയ്യിലൊന്നുമില്ല, അത് എൻ്റെ കയ്യിലാന്ന് പറഞ്ഞോ? അല്ലേ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. ആരെ ശരിക്കും പിശാചിൻ്റെ കയ്യിൽ കൊടുത്തേ? ഇത് ആരെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത് ഒറിജിനലി? ആദാമിനും ഹവ്വായെയും ദൈവം ഏൽപ്പിച്ചതായിട്ടുള്ള കാര്യമാണ്. അവര് ദൈവം പറഞ്ഞത് കേൾക്കാതെ അവരിത് ആർക്ക് ഏൽപ്പിച്ചു? പിശാചിനെ ഏൽപ്പിച്ചു. ഇന്നും അത് പിശാചിൻ്റെ കയ്യിലാണ്. കർത്താവ് അത് അവിടെ നിഷേധിക്കുന്നില്ല. അത് എന്നിൽ ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം. അത് എങ്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിൻ്റേതാകുമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ലോകത്തെയും ലോകത്തിലുള്ളവരെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല എന്ന് നാം വായിക്കുന്നത് അതിൻ്റെ കാര്യം അറിയാമോ? ഇതാണ്. ഈ ലോകം ആരാ? ഈ ലോകത്തിലുള്ളത് ആരുടെയാ?
ആരുടെ അധികാരത്തിൻ്റെ കീഴില്ല. അപ്പോൾ ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ കർത്താവ് ഉദ്ദേശിക്കുന്ന വലിയ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഈ പിശാചിൻ്റെ ബന്ധനത്തിൽ നിന്നും പിശാചിൻ്റെ അധികാരത്തിലും അവൻ്റെ പ്രവർത്തന മണ്ഡലത്തിലും കിടക്കുന്നതായിട്ടുള്ള സകല കാര്യങ്ങളുടെ പിടിയിൽ നിന്നുകൂടി നിങ്ങൾ രക്ഷപ്പെടണം. അവിടെ ഉള്ളതൊക്കെ ആരുടെ അധികാരത്തിൻ്റെ കീഴില്ല? പിശാചിൻ്റെ അധികാരത്തിൻ്റെ കീഴില്ല. അവനത് ആർക്കാ കൊടുക്കുന്നേ? തനിക്ക് മനസ്സുള്ളവർക്ക് കൊടുക്കുന്നു, അല്ലേ? അപ്പോൾ നമുക്ക് ഒരു ആത്മരക്ഷ വേണ്ടതുപോലെ തന്നെ നമുക്കുള്ളതിനും ഒരു രക്ഷപ്പെടൽ വേണം. എവിടുന്നാ രക്ഷപ്പെടണ്ടേ? ആ പിശാചിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ നിന്നും നമുക്കുള്ള സകല കാര്യങ്ങളും നമ്മളോടുകൂടി എങ്ങോട്ട് പോരണം? ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് പോരണം. പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്ത് കാണുന്ന ഏറ്റവും സങ്കടകരമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്, ഞാൻ വേണമെങ്കിൽ ആ പിശാചിനെ വിട്ടിങ്ങ് പോരാം, എന്നാൽ എൻ്റെ സർവ്വതും, എൻ്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും എൻ്റെ സമ്പത്തും എൻ്റെ എല്ലാ കാര്യങ്ങളും അതവിടെ കിടക്കട്ടെ, അവൻ്റേതായിട്ടുള്ള കുറച്ചും കൂടെ എനിക്ക് വേണം എന്നുള്ള ചിന്താഗതിയാണ്. ഇവിടെ വന്നാൽ നഷ്ടങ്ങളേ ഉള്ളൂ, അവിടെയാണെങ്കിൽ തരുമല്ലേ, ലാഭങ്ങളുണ്ട്. ഇവിടെ വന്നാൽ ഉണ്ണാനും ഉടുക്കാനുള്ളത് തരാമെന്നുള്ള ഗ്യാരണ്ടി ഉള്ളൂ, അവിടെയാണെങ്കിൽ അങ്ങനെയല്ല ഗ്യാരണ്ടി, അല്ലേ? തനിക്ക് മനസ്സുള്ളവന് അവൻ കൊടുക്കുന്നു, ധാരാളമായി കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, നാം ദൈവരാജ്യത്തിലേക്ക് സത്യക്ക് ക്ഷണിക്കപ്പെട്ടവരാണെങ്കിൽ നമുക്ക് ഉപേക്ഷിച്ച് കളയേണ്ടതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. നാം പിശാചിൻ്റെ അധീനതയിലുണ്ടായിരുന്നതായ നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ വസ്തുവകകളും നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളും ഒക്കെ അവിടെ നിന്നും മാറ്റി ദൈവരാജ്യത്തിൻ്റെ പരിധിക്കുള്ളിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അവിടെ സൂക്ഷിച്ച് ഇവിടെ ദൈവത്തെയും അവിടെ മാമോനെയും സേവിക്കാം. മാമോൻ എന്ന് പറഞ്ഞാൽ ധനം മാത്രമല്ല, ബാക്കി എല്ലാ കാര്യങ്ങളും അതിനകത്ത് വിടും. ദൈവമല്ലാത്തതെല്ലാം, ദൈവത്തെ അല്ലാത്തതെല്ലാം അതിനകത്ത് വിടും. അവിടെയുള്ള ആ കാര്യങ്ങളെ അവിടെയും ഞാൻ സൂക്ഷിക്കും, ഇവിടെയും ഞാൻ സഭയിൽ പോകും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നാം വല്ലാത്തൊരു വഞ്ചനയിലാണ് ജീവിക്കുന്നത്. ഇത് കഠിന വാക്ക് അല്ലേ? ഈ സുജോ സഹോദരന് എപ്പോഴും കഠിനമാക്കി പറയാനുള്ളൂ. സഹോദരന്മാരെ അത്രേ ഉള്ളൂ. കാരണം നമ്മളൊക്കെ ഒത്തിരി പിറകോട്ട് പോയിരിക്കുന്നു. വചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നൊക്കെ ഇന്ന് ലോകം, സഭ എന്ന് പറയുന്നതായിട്ടുള്ള കൂട്ടങ്ങളൊക്കെ ഒത്തിരി പുറകോട്ട് പോയിരിക്കുന്നു. ഇതെല്ലാം ഉപേക്ഷിച്ച് പോയി. അവർക്ക് വേണ്ടത് എന്താണ് വേണ്ടത്? ഈ പിശാച് ഭരിക്കുന്നതായിട്ടുള്ള, പിശാചിൻ്റെ അധികാരത്തിൽ കീഴിലുള്ളതായിരിക്കുന്ന, പിശാച് കൊടുക്കുന്നതായിട്ടുള്ള ഈ ലൗകികതയും ഈ താൽക്കാലികമായിട്ടുള്ള നന്മകളും മാത്രമാണ്. അതല്ലാതെ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിച്ച് ദൈവം നൽകുന്നതായിട്ടുള്ള സന്തോഷമോ സമാധാനമോ സൗമ്യതയോ സ്നേഹമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആർക്കും ഇന്ന് താല്പര്യമില്ല. എല്ലാവർക്കും വേണ്ടത് ആ അവകാശത്തിൽ, അവൻ്റെ അവകാശത്തിലിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതും കൂടെ സ്വന്തമാക്കുക എന്നുള്ള നിലയിലാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മാവിനൊരു രക്ഷയുണ്ട്. അതുപോലെ തന്നെ നമുക്കുള്ളതെല്ലാം ഇത് ഈ പിശാചിൻ്റെ പിടിയിൽ നിന്നും ഇതൊക്കെ എടുത്ത് ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്നറിയാമോ? അതും കൂടെ പറയാം. എന്താ അവസ്ഥ? അതിന് അവകാശികൾ ധാരാളമുണ്ട്, അല്ലേ? നിങ്ങൾ എന്നെ പ്രതി സഹോദരന്മാരെയോ സഹോദരിമാരെയോ നിലങ്ങളെയോ വീടുകളെയോ ഉപേക്ഷിച്ചുവെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്തിൽ തന്നെ അത് എത്ര മടങ്ങ് കിട്ടുമെന്നാ പറഞ്ഞേ? 100 മടങ്ങ് കിട്ടുമെന്നാ പറഞ്ഞേ. അപ്പോൾ ഇത് ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ദൈവരാജ്യത്തിൻ്റെ അവകാശത്തിലുള്ളൊരു കാര്യമാണ്. അത് പിന്നെ ഒരുപക്ഷെ ആധാരം ഗവൺമെൻറ്റിൻ്റെ ആധാരത്തിൽ സുജോ സെബാസ്റ്റ്യനോ അല്ലെങ്കിൽ വി ജോയി വട്ടക്കുടിയിൽ നിന്നൊക്കെ കാണും. പക്ഷേ അത് നമ്മുടെ സ്വത്തല്ല. നമ്മുടെ സ്വത്തായിട്ട് നമുക്ക് വേണമെങ്കിൽ അത് പിശാചിൻ്റെ അധികാരത്തിന് കീഴിൽ നമുക്ക് വയ്ക്കുവാനായിട്ട് സാധിക്കും. അത് ദൈവരാജ്യത്തിൻ്റെ അധീനതയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ദൈവരാജ്യത്തിൻ്റെയാണ്, അത് എല്ലാവരുടെയുമാണ്. നിങ്ങളുടെ എല്ലാം വീട് എൻ്റെയും, എൻ്റെ വീടുകളെല്ലാം നിങ്ങളുടെ എല്ലാവരുടെയുമാണ്. നിങ്ങൾക്കുള്ളതെല്ലാം എൻ്റെയും, എനിക്കുള്ളതെല്ലാം നിങ്ങളുടെയുമാണ്. അങ്ങനെ വരുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, അല്ലേ? എന്തെങ്കിലും അങ്ങനെ അല്ലാത്തത് എന്തെങ്കിലും ഉണ്ടോ? കർത്താവ് പറഞ്ഞെന്താ?
കള്ളൻ ഇനി പൗലോസ് പുസ്തകത്തിൽ എഴുതി, കള്ളൻ ഇനി കക്കാതെ എന്ത് ചെയ്യണം? മുട്ടുള്ളവന് ദാനം ചെയ്യാൻ ഉണ്ടാകേണ്ടതിന് സ്വന്തം കൈയാൽ അധ്വാനിക്കണം. അപ്പം സ്വന്തം കൈയാൽ അധ്വാനിക്കുന്നതിൻ്റെ പ്രയോജനം ആർക്കാണ് ഉണ്ടാവേണ്ടത്? മുട്ടുള്ളവർക്ക് ദാനം ചെയ്യാൻ ഉണ്ടാകേണ്ടത്. അതാണ് ദൈവരാജ്യത്തിൽ അത് വേണമെന്ന് പറയുന്നത്. പണ്ട് കക്കുമായിരുന്നു. അതെന്തിനായിരുന്നു? പിശാചിൻ്റെ രാജ്യത്തിലായിരുന്നപ്പോൾ അതൊരു വരുമാന മാർഗമായിരുന്നു. കക്കല് പണ്ടൊക്കെ പിടിക്കപ്പെടുകയില്ലായിരുന്നു. ഇപ്പം പക്ഷേ CCTVയും മൊബൈലും ഒക്കെ വന്നതോടുകൂടി രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ്. എന്നാൽ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. അന്ന് കളവ് എന്ന് പറയുന്നൊരു ജീവിതമാർഗമായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള ആളുകളോട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, അത് വിട്ടേരെ, ആ വഴി വിട്ടേരെ. അത് ദൈവരാജ്യത്തിൻ്റെ വഴിയല്ല, അത് പിശാചിൻ്റെ പിശാചിൻ്റെ അധീനതയിൽ കിടക്കുന്നതായിട്ടുള്ള ലോകത്തിൻ്റെ ഒരു വഴിയാണ്. ദൈവരാജ്യത്തിൻ്റെ വഴി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? കക്കരുത് എന്ന് മാത്രമാണോ? നിങ്ങൾ സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കണം. എന്നിട്ട് ആർക്ക് കൊടുക്കണം? മുട്ടുള്ളവന് ദാനം ചെയ്യാനായിട്ട് ഉണ്ടാകേണ്ടതിന് സ്വന്തം കൈകളാൽ അധ്വാനിക്കണം. പ്രിയമുള്ളവരെ, സഭാജീവിതം എന്ന് പറയുന്നതും അതല്ലേ നമുക്ക് വചനത്തിൽ കാണാനായിട്ട് കഴിയുന്നുള്ളൂ. രക്ഷിക്കപ്പെട്ടു എന്നും പറഞ്ഞു വെച്ചാൽ ഓരോരുത്തരും അവരവരുടെ സൗകര്യത്തിന് ജീവിക്കുകയും ഞായറാഴ്ചയോ അല്ലെങ്കിൽ ബുധനാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയൊക്കെ കൂടി വന്നൊരു പ്രാർത്ഥനയും കഴിച്ച് പോകുന്നതായിട്ടുള്ള ജീവിതമെങ്കിലും ബൈബിളിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ബൈബിളിൽ അങ്ങനെ ഒരു ജീവിതമില്ല. പക്ഷെ ഇന്ന് നാം കാണുന്നതെല്ലാം അങ്ങനെയുള്ള ജീവിതങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ നാം കൊണ്ടു നടക്കുന്നതായിട്ടുള്ള ആ ക്രൂശിലേക്ക് എന്നെ തന്നെയും ലോകത്തെയും ജഡത്തെയും ക്രൂശിക്കണമെങ്കിൽ അതിനുള്ള വഴി എന്താണെന്നറിയാമോ? അതിൻ്റെ വഴി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവനാണ്. നാം രക്ഷിക്കപ്പെടുമ്പോൾ, വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വാസം ചെയ്തുകൊണ്ട് നമ്മളുടെ ആത്മാവിനെ ജീവിപ്പിച്ച് നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്, ആ ദൈവീക ജീവനാണ് ഇതിനൊക്കെ നമ്മെ പ്രാപ്തരാക്കുന്നത്. അതാണ് നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ വായിച്ചത്, അവൻ്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. ആ ദൈവീക ജീവൻ നമ്മളിലുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മളെ ശിക്ഷിക്കാൻ കഴിയില്ല. കഴിയുമോ? നമ്മളിലുള്ള നിത്യജീവൻ ദൈവിക ജീവനാണല്ലേ. അപ്പോൾ ദൈവത്തിലുള്ള ജീവൻ നമ്മളിലുണ്ടെങ്കിൽ നമ്മളെ ശിക്ഷിക്കാൻ കഴിയില്ല. കഴിയുമോ? ഇല്ല. അപ്പോൾ അതാണ് ആ ജീവനാൽ എത്രയധികമായി നാം കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും എന്ന് നാം വായിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ വസിച്ചുകൊണ്ട്, ആ കർത്താവായ യേശുക്രിസ്തുവിലുള്ള നിത്യജീവനുള്ള പങ്കാളിത്തം നാം അനുഭവിച്ചുകൊണ്ട് നാം മുമ്പോട്ട് ജീവിക്കുമ്പോൾ, ആ ജീവനാൽ നാം നിയന്ത്രിക്കപ്പെടുമ്പോൾ ദൈവത്തിന് നമ്മെ ശിക്ഷിക്കാനായിട്ട് കഴിയില്ല. കാരണം ആ ദൈവിക ജീവനാണ് നമ്മളിൽ വസിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് അറിയാമോ? നമ്മളിലുള്ളതായ ദൈവിക ജീവൻ. ഇനിയല്ല, ഈ ദൈവിക ജീവനിൽ നിന്ന് അകന്നു പോയാൽ എന്താ അവസ്ഥ? അതും നമുക്ക് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നുണ്ട്. 4-ാം അധ്യായത്തിന്റെ 17, 18, 19 വാക്യങ്ങളിൽ, ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം, ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന്. അങ്ങനൊരു വാക്ക് നമ്മുടെ വായിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ജീവനാൽ നിങ്ങൾ കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന് നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ വായിച്ചു. ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താ? അവൻ്റെ ജീവനിൽ നിന്ന് അകന്നാലുള്ളതായ ഒരവസ്ഥയാണ്. അവൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം, ഹൃദയകാഠിന്യ നിമിത്തം. അപ്പോൾ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് പോകുന്ന ആളുകൾക്ക് സംഭവിക്കുന്നതും ദൈവത്തിൻ്റെ ജീവനിലേക്ക് വരാൻ കഴിയാത്തതുമായിട്ടുള്ള കാരണങ്ങൾ 3 അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? അന്ധബുദ്ധി, അജ്ഞാനം, ഹൃദയകാഠിന്യം. ഈ 3 കാര്യങ്ങൾ ദൈവിക ജീവനിൽ നിന്ന് നമ്മളെ അകറ്റുന്നതാണ്. അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം. അന്ധബുദ്ധിക്കും അജ്ഞാനതയ്ക്കും ഒക്കെയുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് എന്താണ്?
അതിനൊക്കെയുള്ള പരിഹാരം നമുക്ക് ദൈവമാണ് നൽകുന്നത്. ഹൃദയം കഠിനപ്പെടാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? മാനസാന്തരപ്പെടുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി വീഴുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്നു പോയാൽ പിന്നെ നമ്മളുടെ പ്രവണത എന്ന് പറയുന്നത് എന്താണ്? അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്നാൽ പിന്നെ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം അതാണ്. എന്താണ്? അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇന്ന് പെന്തക്കോസ്തുകാരെ കുറിച്ച് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ വഷളത്വങ്ങളും അവരുടെ ജീവിതത്തിലുണ്ട്. ഒരുപക്ഷെ ലോകത്തിൽ അവിശ്വാസികൾ എന്ന് പറയുന്നതായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ ഉള്ളതിനേക്കാൾ വളരെ കൂടിയ നിലവാരത്തിലും ഇന്ന് വിശ്വാസികൾ എന്ന് പറയുന്നതായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ എന്തുണ്ട്? ഈ വഷളത്തരങ്ങളുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയാവോ? മനം തഴമ്പിച്ചു പോയി അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ഞായറാഴ്ച ജീവിതമല്ല. അത് കുറച്ച് ബൈബിൾ വായിച്ച് പഠിച്ചു, കുറച്ച് പഠിപ്പിച്ചു, കുറച്ച് കേട്ടിരുന്നു, അല്ലേ? പിന്നെ കുറച്ച് പാട്ട് കേട്ടു, സമയമുള്ളപ്പോൾ യൂട്യൂബിൽ നിന്ന് കുറച്ച് മെസ്സേജും കേട്ടു, പിന്നെ നമ്മൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ജീവിക്കുന്നു. അതല്ല ക്രിസ്തീയ ജീവിതം. അത് ക്രിസ്തീയ ജീവിതമല്ല. പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം, ഈ ക്രൂശിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ മറ്റൊരു പ്രസ്താവന പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ നമുക്ക് കാണുന്നുണ്ട്. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. പ്രിയമുള്ളവരെ, പൗലോസ് അപ്പോസ്തലൻ്റെ മാത്രം ഒരു ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ട് ദൈവം കൊടുത്തതാണോ അത്? ആണോ? വീണ്ടും ജനനം പ്രാപിക്കുന്നതായ, ദൈവം രക്ഷിക്കുന്നതായിട്ടുള്ള ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ദൈവത്തിന് ചില ആഗ്രഹങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. പൗലോസ് അപ്പോസ്തലൻ യെരൂശലേമിലേക്ക് പോവുകയും അവിടെ ഒരുപക്ഷെ ബന്ധിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ പൗലോസ് അപ്പോസ്തലന് പറയാനുള്ളത്, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നു, അല്ലേ? നമുക്കൊക്കെ നമ്മളുടെ പ്രാണനെ വിലയേറിയതായിട്ട് നമ്മൾ എണ്ണാറില്ലേ? ഇല്ലേ? നമ്മൾ പ്രാണനെ വിലയേറിയതായിട്ട് നമ്മൾ എണ്ണും. വിലയില്ല എന്നതിനർത്ഥമില്ല. വിലയുണ്ട്, പക്ഷെ അത് വിലയേറിയതല്ല. പൗലോസ് അപ്പോസ്തലൻ്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണിയിട്ടില്ല. പക്ഷെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. എന്തായിരുന്നു? യേശുക്രിസ്തു തന്ന ശുശ്രൂഷ തികയ്ക്കണം എന്നേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന, യേശുക്രിസ്തു ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ തികയ്ക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളുടെ പ്രാണനെ ദൈവം ഈ ലോകത്തിൽ അവശേഷിപ്പിച്ചിരിക്കുന്നത്. യേശുക്രിസ്തു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ശുശ്രൂഷ തികയ്ക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ മേൽ മാത്രമാണ് നമ്മുടെ ആയുസ്സിന് ഈ ലോകത്ത് വിലയുള്ളൂ, അല്ലേ? പൗലോസ് അപ്പോസ്തലൻ വീണ്ടും പറയുന്ന എല്ലാ വാക്യങ്ങളും എടുക്കാനായിട്ട് നമുക്ക് സമയത്തിൻ്റെ പരിമിതികളുണ്ട്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ഇരിക്കുവാൻ എനിക്ക് കാംക്ഷയുണ്ടത് അത്യുത്തമമല്ലോ. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ജീവിച്ചിരിക്കുന്നു പറയുന്നതിന് കാരണം എന്താണെന്നറിയാവോ? നിങ്ങൾ നിമിത്തം. ഒരു ദൈവമക്കൾക്കായിട്ട് ജീവിക്കുന്നില്ല എങ്കിൽ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിന് ഈ ലോകത്തിൽ ഒരർത്ഥവുമില്ല. ദൈവസഭയ്ക്കായിട്ട് അല്ലെങ്കിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ശുശ്രൂഷയ്ക്കായിട്ട് ഒരു വ്യക്തി ജീവിക്കുന്നില്ല എങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്
ഈ ലോകത്തിൽ ഒരർത്ഥവുമില്ല, ഒരു ലക്ഷ്യവുമില്ല, ഒരു താല്പര്യവുമില്ല. നമ്മൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? നമ്മൾ പഠിച്ചു, കഴിഞ്ഞ റോമലേഖനം പഠിച്ചപ്പോഴും കൊരിന്ത്യലേഖനം ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു. എന്താ പഠിച്ചേ? ജീവിക്കുന്നവരാരും തങ്ങൾക്കായിട്ട് ജീവിക്കുന്നില്ല, അല്ലേ? ഗലാത്യ ലേഖനത്തിൽ ഇതാ ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല. ഇതൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷേ നമ്മളാണോ ജീവിക്കുന്നത് ഇപ്പോഴും? ഇതൊക്കെ കേവലം നമ്മുടെ ഹൃദയത്തിലേക്ക് വിശ്വാസമായിട്ടാണോ പോയേ, അതെയോ നമ്മുടെ ബുദ്ധിയിലേക്ക് അറിവായിട്ടാണോ പോയേ? ഈ വാക്യങ്ങളൊക്കെ നമുക്ക് കാണാപ്പാടം അറിയാം, അല്ലേ? ഇല്ലേ? ഈ വാക്യങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഏറ്റവും ചുരുങ്ങിയത് തുടക്കം ഇട്ട് തന്നു കഴിഞ്ഞാൽ ബാക്കിയെങ്കിലും പറയുവാനായിട്ടുള്ള പ്രാപ്തി ഈ കഴിഞ്ഞ കാലങ്ങളിൽ ബൈബിൾ അനേക തവണ വായിച്ചതുകൊണ്ട് ഉണ്ട്, അനേക പ്രസംഗങ്ങൾ കേട്ടതുകൊണ്ടുണ്ട്. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ ഏതറ്റം വരെ പ്രവർത്തന തലത്തിലേക്ക് വന്നു? നമ്മൾ ജീവിക്കുന്നത് നമുക്കായിട്ടാണോ, അതോ ദൈവസഭയ്ക്കായിട്ടാണോ? ദൈവസഭയ്ക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നതാണ് ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സുവിശേഷം പറയുന്നത് അത് അതിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ബൈബിൾ വായിക്കുന്നത് അതും അതിൻ്റെ ഒരു ഭാഗമാണ്. അത് എത്രയൊക്കെ ഉള്ളൂ. അതല്ലാതെ ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഒരു വീടിനകത്ത് കയറി കുത്തിയിരിക്കുക എന്നുള്ളതല്ല. അതൊക്കെ അതിൻ്റെ ഒരു ചെറിയ അംശം മാത്രമേ ആവുന്നുള്ളൂ. അതൊക്കെ ആവശ്യമുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിപാടിയായിരിക്കുന്ന ദൈവസഭയ്ക്ക് വേണ്ടി ജീവിക്കുക, ദൈവമക്കൾക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. ആണോ സഹോദരി സഹോദരന്മാരെ? ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ. നിരന്ന ശേഷം അവൻ്റെ ജീവനാൽ നാം എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നുണ്ട്: ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. അങ്ങനെയല്ലേ നമ്മളോട് വായിക്കുന്നത്? അപ്പോൾ അവിടെ ആ ഒരു ഇടിച്ചു കളഞ്ഞ് എന്നുള്ളിടത്ത് ഞാൻ നമ്മളുടെ പ്രധാന വാക്ക് ക്രൂശിച്ച് എന്ന് ഞാനൊന്ന് ചേർത്ത് വായിക്കുകയാണ്. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ക്രൂശിച്ച് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. ഇപ്പം ജഡപ്രകാരം ജീവിക്കുന്നില്ല. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിലും ജഡപ്രകാരം ജീവിക്കുന്നില്ല. നമ്മൾ ജഡത്തിലാണ് സഞ്ചരിക്കുന്നത്, നമ്മളിലൊരു ജഡമുണ്ട്. പക്ഷേ ജഡപ്രകാരം ജീവിക്കുന്നതിനെയാണ്, ജഡപ്രകാരം പോരാടുന്നതിനെയാണ് ജഡികൻ എന്ന് പറയുന്നത്. എന്നാൽ ജഡപ്രകാരമല്ല നമ്മുടെ പോരാട്ടം. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. പോരാടാനായിട്ട് യാതൊരു വക അവകാശവും നമുക്കില്ല. മറിച്ച് അങ്ങനെയുള്ള ഉയർച്ചകൾ നമ്മുടെ ജഡത്തിൽ നിന്ന് ദൈവേഷത്തിന് വിരോധമായി പൊങ്ങി വരുന്നതായിട്ടുള്ള എല്ലാ സങ്കല്പങ്ങളും ഉയർച്ചകളും നമ്മൾ ഇടിച്ചു കളയണം. അല്ലെങ്കിൽ നമ്മളത് നാം കൊണ്ടുനടക്കുന്നതായിട്ടുള്ള ക്രൂശിൽ ക്രൂശിച്ച് കൊല്ലണം. അതാണ് ക്രിസ്തീയ ജീവിതം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ നാളുകളിൽ നമ്മളെ ഹൃദയങ്ങളോട് ദൈവം ആഴത്തിൽ ഇടപെടട്ടെ. ഒത്തിരി കേട്ടു, പഠിച്ചു, എന്തൊക്കെയോ ചിലത് വിശ്വസിച്ചു. എല്ലാം അതിനുശേഷം ന്യായവിധി ദിവസത്തിൽ പെട്ടെന്നൊരു ദിവസം ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്നൊരു കേൾവിക്ക് നമുക്കിടയാവരുത്. നമുക്ക് ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ബാബു സഹോദരൻ പ്രാർത്ഥിക്കാം.